30 വർഷം മുമ്പാണ് തങ്ങളുടെ ബന്ധുവായ ദാമോദര മേനോനെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഇച്ചിരി പ്രായമുള്ള ചേട്ടൻ പറയുന്ന കാര്യം അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക് മുൻപുണ്ടായിരുന്നൊരു പടത്തിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല, അങ്ങനെ സംസാരിക്കാറില്ല, ബന്ധം പുതുക്കാറില്ല. അപ്പോൾ ഇവരുടെ കുടുംബമൊക്കെ ദാമോദര മേനോൻ നേരിട്ട് സംസാരിക്കുന്നില്ല എങ്കിൽ കൂടിയും ദാമോദര മേനോൻ്റെ ഭാര്യയോ മക്കളോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ആരെങ്കിലും ഈ കുടുംബവുമായി ബന്ധം പുലർത്തുന്നുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, ഫോൺ കോളുകളുടെയോ മെസ്സേജുകളുടെയോ അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവിടുന്ന് കണ്ടുകിട്ടുന്നുണ്ടോ? ഫീന, ദാമോദര മേനോൻ അവസാനമായി സംസാരിച്ചത് അവരുടെ അമ്മാവനായ ഗോപിയുമായാണ് എന്നാണ് പറയുന്നത്. ഗോപി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, എപ്പോഴാണ് ഞാൻ അവരായിട്ട് സംസാരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേ അവസ്ഥയിൽ തന്നെയാണോ നിങ്ങൾ ഈ കണ്ട? സുഖമില്ലാതിരിക്കുകയായിരുന്നു. അവരുടെ അവസാനത്തെ ഫോട്ടോ ഏതെങ്കിലും നമുക്ക് ലഭ്യം? അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചെന്നില്ലേ വീഡിയോ. ആ ഒരു വീഡിയോ അത് അയാൾ അയച്ചതല്ല, ആളുടെ കൂട്ടുകാരൻ അയച്ചെന്നതാണ്. അവരുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ഉണ്ടാവും? മാസങ്ങൾ ചിലപ്പോ വർഷങ്ങളൊക്കെ ആയിട്ടാണ്. അയാളുടെ ഫാമിലി അവിടെയാണ്. എനിക്ക് ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ വരും. ഉറക്കം കിട്ടണില്ല രാത്രി, ഭാര്യ സ്വപ്നം കാണുക. അപ്പൊ ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടി വരും. അയാൾക്ക് ഭാര്യ കുട്ടികളും അവിടെ ഉള്ളപ്പോ അയാൾക്ക് കുടുംബത്തിനോട് അത്രയാണ് ആത്മാർത്ഥത ഉള്ളൂ. അയാൾ വരുന്നില്ല. ഈ ദാമോദര മേനോന്റെ ഭാര്യയും മക്കളും അവിടെ തന്നെയാണ്. അവര് ഈ സഹോദരന്മാരുമായിട്ടോ നിങ്ങളുമായിട്ടോ ഒക്കെ എന്തെങ്കിലും കണക്ഷൻ ഒന്നുമില്ല. ഒരാള് ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ കൂടുതലുള്ള അറിവുകളൊന്നുമില്ല. ഈ ഇതില് ഇപ്പൊ ചേട്ടൻ ഈ കാണിച്ചു തന്ന ദൃശ്യത്തില് അയാൾ കുറച്ചുകൂടി, അതായത് നമ്മൾ കണ്ട ഫോട്ടോയും ഈ ദൃശ്യവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കര മെലിഞ്ഞിട്ടും ഒക്കെയാണ്. അപ്പൊ ഈ ഫോട്ടോ എപ്പോ എടുത്തതായിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കുറിച്ചൊരു വിവരം ഉണ്ടാവുന്നാണ് എനിക്കറിയണത്. യൂറിന്റെ ബാഗൊക്കെ കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലാവുന്നാണ് ഉദ്ദേശിക്കുന്നത്. കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച ശരി, വരികയാണെങ്കിൽ വരട്ടെ, നമുക്ക് കഴിയുന്ന രീതിയിൽ സഹായിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആള് പറഞ്ഞില്ല കുറച്ചു കാലം കൂടി ഞാൻ വരുന്നില്ല. നമ്മളതോട് കൂടിയിട്ട് അങ്ങോട്ട് വിട്ടു. ഇവരുടെ ഈ കൂട്ടുകാരെ ആരെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? ദാമോദര മേനോൻ അന്ന് വിളിച്ച നമ്പറിലേക്ക്? ആ നമ്പറുകളൊന്നുമില്ല. ആ നമ്പറുകളൊന്നും ഒന്നും കയ്യിലില്ല. ഒക്കെ അപ്പൊ തന്നെ അങ്ങനെ വാട്സാപ്പിൽ ഡിലൈറ്റ് ആയിട്ട് പോകണം. സ്റ്റോർ ചെയ്യാറില്ല. അവരുടെ ഒരു ഫോട്ടോയും കിട്ടാൻ ആരുടെ ഒന്നൊരു മലേഷ്യയിൽ നിന്ന് ലാസ്റ്റ് അമ്മാവന്റെ ഒരു വീഡിയോ വന്നതാണ് ഇപ്പത്. പിന്നെ ഇപ്പൊ ഞാൻ ഇന്നലെയൊക്കെ വിളിച്ചു. ഇന്നലെ എന്താ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ എടുക്കുന്നില്ല. ഇല്ല പ്രതികരിക്കുന്നില്ല. ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ ആളിത് കാണുന്നുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നാട്ടിൽ അനുഭവിക്കട്ടെ. അത്രയും നമുക്ക് പറയുള്ളൂ. നമ്മള് കൊല്ലാൻ സുകുമാരക്കുറുപ്പിനെ കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ടില്ല. അല്ല, ചാക്കോനെ കൊല്ലാൻ പറഞ്ഞു വിട്ടിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കട്ടെ. അത്രേ നമുക്ക് അതിൽ പറയാൻ പറ്റുള്ളൂ. സുകുമാരക്കുറുപ്പല്ല എന്നാണല്ലോ നിങ്ങൾ? അയ്യോ, അത് എനിക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇയാളെ നേരിൽ കണ്ടിട്ടില്ല. ഈ അമ്മാവനെ 26 വർഷമായി ഇവിടെ വന്നു പോയിട്ട് എന്ന് പറയുന്നു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ഇതുവരെ ആള് നാട്ടിൽ വന്നിട്ടില്ല. ഇവിടേക്ക് വരാറേ ഇല്ല. ദാമോദര 26 വർഷമായി എന്നാണ് 2000 വന്നിട്ടുണ്ട്. അത്രയും ഇതുവരെ ചേട്ടൻ നേരിട്ട് കണ്ടിട്ടില്ല അവരെ? ഞാൻ കണ്ടിട്ടില്ല. ഈ ഫോണിലൂടെയുള്ള ഒരു ബന്ധം മാത്രമേ? അത്രേ. ഈ കല്യാണത്തിന്റെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ? ആളില്ലല്ലോ ഇവിടെ. കല്യാണത്തിന് അവർ മലേഷ്യയിലാണ്, വന്നിട്ടില്ല. അവിടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ്, ഈ കുടുംബവുമായി യാതൊരു തരത്തിലും ബന്ധം പുലർത്തിയിരുന്നില്ല ഇവർ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ കുടുംബം എന്ന് പറയുന്നത് ഈ വടക്കാഞ്ചേരി കരുമാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഉള്ളത് ഈ സഹോദരന്റെ വീടും ഒരു അമ്മാവനുമാണ് ഉള്ളത്. ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും, എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കും. അതും മാസങ്ങൾ കൂടുമ്പോൾ ഉള്ള സംസാരവും വിളിയും ഒക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്, ആ വിവരമാണ് ലഭ്യമാകുന്നത്. പക്ഷേ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അത് സുകുമാരക്കുറിപ്പല്ല എന്നിവർ ആവർത്തിച്ച് പറയുന്നു. അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. സൈഫു, അത് സുകുമാരക്കുറിപ്പല്ല, ഇവരുടെ സഹോദരനാണ്, ഇവരുടെ അമ്മാവനാണ് എന്നുള്ള രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുക തന്നെയാണ്. യെസ്, അത് സുകുമാരക്കുറിപ്പല്ല, മറിച്ച് അത് ദാമോദര മേനോനാണ് എന്ന വാദത്തിൽ നമ്മളിപ്പോൾ കണ്ട കരുമാത്തറയിലുള്ള ബന്ധുക്കൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അവിടെയും പക്ഷേ കൺഫ്യൂഷൻസ് തീരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംസാരിച്ച ചേട്ടൻ 1 മാസം മുമ്പാണ് അദ്ദേഹം ദാമോദര മേനോനുമായി സംസാരിച്ചെന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹവും ഇതുവരെ നേരിട്ട് ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. 26 വർഷങ്ങൾക്ക് മുൻപാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹം വന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. അതിന് മുമ്പ് നമ്മൾ കണ്ട ആ പ്രായമുള്ള ചേട്ടൻ പറയുന്നു 30 വർഷം മുമ്പാണ് ഈ ദാമോദര മേനോൻ വന്നു പോയതെന്ന് പറയുന്നു. അപ്പോൾ ദാമോദര മേനോനെ സംബന്ധിച്ചും കൂടുതൽ ദുരൂഹതകൾ ഉയരുകയാണ്. ഒരു പക്ഷേ കുറുപ്പിനെ സംബന്ധിച്ച് എന്തെല്ലാം ദുരൂഹതകൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ടോ, ഏറെക്കുറെ അത്ര തന്നെ ദുരൂഹതകൾ ഈ ദാമോദര മേനോന്റെ
ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം നാട് വിട്ടതിനെക്കുറിച്ചും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ബന്ധുക്കൾക്കടക്കം കൺഫ്യൂഷൻസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കുറുപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അപ്രത്യക്ഷനായത് മുതൽ നാളിതുവരെ ഏതെല്ലാം തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ അതിന് തുടർച്ച മാത്രമായിട്ട് ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളെയും കാണണമെന്നുള്ളതാണ്.